അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇലക്കിഴീനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെയിനായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതിത്തിരി മരുന്നുകൾ കൊടുത്തൊക്കെ മാറ്റാൻ നോക്കും ഡോക്ടേഴ്സ്. പക്ഷേ ഈ മരുന്നുകളുടെ ലെവലിൽ നിന്ന് മാറുന്നില്ല. മരുന്നുകൾ കൊടുത്തിട്ടും നമുക്ക് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർമാർ പറയും ഒന്ന് കിടത്തി ചികിത്സ ചെയ്യണം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും എന്ന് പറയും അല്ലേ. അപ്പോൾ പലർക്കും അതിന് പറ്റിയെന്ന് വരില്ല. ഒരുപാട് പൈസ വേണം, അതുപോലെ തന്നെ ക്യാഷ് വേണം, നമുക്ക് സമയം വേണം, നമുക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ലീവ് എടുക്കണം, കുട്ടികളും മക്കളും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങളോ എല്ലാം അങ്ങനെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പെയിൻ വരുമ്പോൾ ആൾക്കാർ അധികം ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ ഒന്ന് ബാക്കിലേക്ക് നിൽക്കും, അല്ലെങ്കിൽ മടിക്കും. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെയിൻ വരുമ്പോൾ നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇലക്കിഴീനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആരും നമ്മൾ ഓടിച്ചാടി ഇനി ടെൻഷൻ അടിച്ച് എന്ത് വേണമെന്ന് ആലോചിച്ചിട്ട് ഇരിക്കേണ്ട. പകരം പെയിൻ കുറയാൻ ഏറ്റവും നല്ലൊരു രീതിയാണ് നമുക്ക് ഈ തോളിൽ വരുന്ന വേദനകൾ, മുട്ടിന് വരുന്ന വേദനകൾ, നടുവിന് വരുന്ന വേദനകൾ, ഇങ്ങനെ സന്ധികളിൽ വരുന്ന വേദനകൾ, മസിൽസിന് വരുന്ന വേദനകൾ, എവിടെയെങ്കിലും ഇടിച്ചിട്ട് കുറച്ച് നാൾ നമുക്ക് അവിടെ വേദന ഉണ്ടാവുമല്ലേ. പിന്നെ അല്ലെങ്കിൽ കുറേ മുന്നേ ഇടിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇടികൊള്ളുകയോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി വീഴുകയോ അല്ലെങ്കിൽ ഒന്ന് എപ്പോഴെങ്കിലും ഒരു ബോണിന് എന്തെങ്കിലും തരത്തിലുള്ള ഫ്രാക്ചർ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു സ്ഥലത്ത് പെയിൻ ഇങ്ങനെ കുറേ നാളായിട്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ഒരു ഇലക്കിഴി നിങ്ങൾക്ക് വളരെയധികം ഉപകാരമായിട്ട് കാണും. അപ്പോൾ നമുക്ക് ഈ ഇലക്കിഴിയിലേക്ക് എന്തൊക്കെ വേണം നോക്കാം. നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വാതഹരങ്ങളായിട്ടുള്ള, അതായത് പെയിനിനെ കുറയ്ക്കുന്ന ഇലകൾ ഒരുപാടുണ്ട്. നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ തന്നെ കാണും. അപ്പോൾ അങ്ങനെയുള്ള ഇലകളാണ് ഇതിലേക്ക് ആവശ്യം. ഒരുപാട് സംഹാരികളായിട്ടുള്ള വാദത്തിനെ കുറയ്ക്കുന്ന ഇലകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പം ഞാൻ ഈ ലിസ്റ്റിൽ പറയുന്ന ഇലകളിൽ ഏതെങ്കിലും ഒന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ അടുത്തുള്ളൂ എന്നുണ്ടെങ്കിലും അത് മാത്രം എടുത്തിട്ടും നിങ്ങൾക്ക് ഈ ഇലക്കിഴി തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇലകൾ ഞാൻ പറഞ്ഞുതരാം. ആവണക്കിൻ്റെ ഇല, ആവണക്കിൻ്റെ ഇല, എരിക്കിൻ്റെ ഇല, അതുപോലെ മുരിങ്ങയുടെ ഇല, കരിന്നൊച്ചിയുടെ ഇല, പുളിയുടെ ഇല, ഉങ്ങിൻ്റെ ഇല, പിന്നെ ആര്യവേപ്പിൻ്റെ ഇല. ഇത്രയും ഇലകളാണ് നമുക്ക് ഈ ഒരു കിഴി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ കുറേ ഇലകൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ സംശയിക്കണം, ദൈവമേ ഈ ഡോക്ടർ എന്തായി പറയണേ, ഈ ഇലയൊക്കെ എവിടുന്ന് ഞാൻ സംഘടിപ്പിക്കാനാണ് അല്ലേ. സാരമില്ല, മുരിങ്ങയുടെ ഇല വീട്ടിലുണ്ടാവുമല്ലോ, അത് മതി. അതല്ല കരിന്നൊച്ചിയുടെ ഇല മാത്രമേ ഉള്ളൂവെങ്കിൽ അതും മതി, ഏതെങ്കിലും മതി. എരിക്കിൻ്റെ ഇലയാണെങ്കിൽ എരിക്കിൻ്റെ ഇല നമുക്ക് നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ സൈഡിലൊക്കെ കാണും എരിക്കിൻ്റെ ഇല, അത് മാത്രം മതി. ഇനിയിപ്പോൾ അല്ല ആവണക്കില മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതുള്ളൂന്നുണ്ടെങ്കിൽ ആവണക്കെണ്ണം മതി. ഇതിലേത് ഇലയായാലും നല്ലതാണ്. ഒന്നുകൂടി പറയാം: എരിക്കിൻ്റെ ഇല, ആവണക്കിൻ്റെ ഇല, ഉങ്ങിൻ്റെ ഇല, കരിന്നെച്ചിയുടെ ഇല, മുരിങ്ങയുടെ ഇല, അതുപോലെ പുളിയുടെ ഇല. പുളിയുടെയൊക്കെ പച്ച ഇലയാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഈ പുളിയുടെ ഇലയ്ക്കൊക്കെ നീരിനെ വലിച്ചെടുക്കാനുള്ള നന്നായിട്ട് ശക്തിയുള്ള ഇലകളാണ്. അപ്പം ഇത് നമ്മൾ കാലിലൊക്കെ മേത്തൊക്കെ ഉള്ള ഈ ഉള്ളിലുള്ള നീര്, നമുക്ക് പുറമേക്ക് ചിലപ്പോൾ ആ നീര് കാണില്ല, പക്ഷെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആ നീരിങ്ങനെ അവിടെ ഇത്തിരി കെട്ടി നിൽക്കുന്നതുകൊണ്ടാവും നമുക്ക് ആ ഒരു പോയിന്റിൽ എപ്പോഴും വേദന അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നീരിനൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഈ ഇലകളൊക്കെ നിങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. കുറച്ച് അധികം ഇലകൾ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കവറിൽ കിട്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ഇല്ല കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നല്ലോണം വൃത്തിയായിട്ട് പുഴുവൊന്നും ഇല്ലയെന്നൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്യുക. കഴുകണം എന്നൊന്നുമില്ല, നന്നായിട്ട് പുഴുവൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കുടഞ്ഞ് ക്ലീൻ അല്ല എന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അത്യാവശ്യം ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് നല്ല ഒരു ചുവട് കട്ടിയുള്ള ഒരു ചീഞ്ചട്ടിയിൽ ഈ ഇല ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റുമ്പോൾ കുറേ എണ്ണയൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന്
ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള വേദന സംഹാരികളായിട്ടുള്ള എണ്ണകളോ തൈലങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ധന്വന്തരം തൈലം അല്ലെങ്കിൽ എന്തെങ്കിലും പിണ്ട തൈലം അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ എന്തെങ്കിലും തൈലങ്ങൾ നിങ്ങൾ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തൈലം ലേശം ഇതിലേക്ക് ഒഴിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ സാരമില്ല, വെറുതെ ഈ ഇല ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഇലയൊന്ന് വാടും. അപ്പോൾ അതിനകത്തുള്ള സത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ ഉണ്ടല്ലോ, അത് ഒരു 4 കട്ട് ചെയ്തിട്ട് ചെറുനാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇലകൾ അരിഞ്ഞത് ഒരു വലിയൊരു പിടി കയ്യിൽ ഒതുങ്ങുന്ന ഒരു വലിയൊരു പിടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ തേങ്ങ ചിരകിയത്, അതുപോലെ തന്നെ കുറച്ച് ഒരു ചെറുനാരങ്ങ 4 മുറിച്ചത് ഇടാം. പിന്നെ അതുപോലെ ഒരു സ്പൂണ് നിറച്ച് കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിയുപ്പായാലും സാരില്ല, അതും കൂടി ഇടാം. എന്നിട്ടൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കഴിക്കാനൊന്നുമല്ല കേട്ടോ പറയുന്നത്, കിഴി കെട്ടാൻ തന്നെയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു വൃത്തിയുള്ള ഒരു തുണി എടുക്കുക. കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ കിഴി കെട്ടാനുള്ള തുണികൾ നമുക്ക് ഈ കോറത്തുണി എന്നൊക്കെ പണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഏതെങ്കിലും നല്ലൊരു തുണിയിൽ അത് നല്ല ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് വാടുമ്പോൾ ഇത്രയെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വാടി കഴിയുമ്പോൾ ഒന്ന് ഭയങ്കരമായിട്ട് വാടണ്ട, ചെറുതായിട്ടൊന്ന് വാടി അതിൻ്റെ ആ ഫ്രഷ്നെസ് ഒന്ന് പോകുന്ന രീതിയിൽ വാടിയാൽ മതി. ഭയങ്കരമായിട്ട് ഇത് വേവിക്കൊന്നും ചെയ്യരുത്, വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി. അതിലേക്ക് വെള്ളം വേറെ ഒന്നും ഒഴിക്കരുത്. എന്നിട്ട് ഈ ഇലകൾ നിങ്ങൾ ഈ ഒരു കിഴിയിലേക്ക് ഈ തുണിയിലേക്ക് വെക്കുക. എന്നിട്ട് അത് നല്ലോണം കൂട്ടിക്കെട്ടി ചെറിയൊരു കിഴിയാക്കി എടുക്കുക. ആ കിഴിയാക്കിയിട്ട് ആ കിഴി നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്തുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. ആ പെയിനുള്ള ഭാഗത്ത് എവിടെയാണ്, കൈമുട്ടിനാണോ കാൽമുട്ടിനാണോ, ചിലർക്ക് ഇവിടെ ആവാം, ഷോൾഡറിലാവാം, ചിലർക്ക് കഴുത്തിൻ്റെ ബാക്കിലാവാം, എവിടെയാണ് നിങ്ങൾക്ക് നല്ല വേദന ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കുത്തി കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ വേറൊരു നല്ല മാർഗ്ഗമാണ്, നിങ്ങളുടെ കയ്യിലുള്ള തൈലുണ്ടല്ലോ, ഇത് ഏത് തൈലായാലും, ഇപ്പോൾ ധന്വന്തരം തൈലാണ് അല്ലെങ്കിൽ നടുവേദനയ്ക്കാണെങ്കിൽ സഹചരാതി തൈലാണ് ഇപ്പോൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയാം. സഹചരാതി തൈലം കുറച്ചെടുത്ത് ഒരു പാത്രത്തിലെടുത്ത് കുറച്ച് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ നടുവിൻ്റെ ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ താഴേക്ക് നല്ലോണം തേച്ച് ഒഴിഞ്ഞു കൊടുത്തതിന് ശേഷം ഈ ചൂടാക്കിയിട്ടുള്ള ഈ ഇലകളൊക്കെ വെച്ചിട്ടുള്ള കിഴി ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. നമുക്ക് ചൂട് കൊള്ളുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ ചൂട് ഭയങ്കര ചൂടിൽ നമ്മളത് കിഴി വെക്കുമ്പോൾ എന്തുണ്ടാവുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നീര് കല്ലിച്ച് പോകും. അപ്പോൾ നമുക്ക് സഹിക്കാവുന്ന ഒരു ചൂടിൽ അത് മതി, നീര് വലിയാൻ അതൊക്കെ മതി. നമുക്ക് സുഖം കിട്ടുന്നുണ്ടെന്നുള്ളതിനേക്കാളും കൂടുതൽ നീര് കുറഞ്ഞു വരികയാണ് വേണ്ടത്. അപ്പോൾ കല്ലിക്കുന്ന രീതിയിൽ ചൂടെടുക്കരുത്, നേരിയ ഒരു ചൂടോട് കൂടിയിട്ട് അത് ആ എണ്ണ തേച്ച് നല്ലോണം ഒഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇലയുടെ ചൂടൊന്ന് മാറിയെന്ന് തോന്നുമ്പോൾ ഇത് കെട്ടഴിക്കൊന്നും വേണ്ട, പകരം ഇതേ കിഴി ഒന്നുകൂടി ആ ചീഞ്ചട്ടി ഒന്ന് കത്തിച്ചിട്ട് അതിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ആ ചൂടോടുകൂടി പിന്നെ ഒന്ന് പ്രസ് ചെയ്യുക. 100% റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഉള്ളിലേക്ക് നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനോട് കൂടെ തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ തൈലം തേച്ച് നല്ലോണം ഒഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് കിഴിയും കൂടെ കുത്തി നോക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ്. നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി കിടന്ന് ചികിത്സിക്കുന്നതിൻ്റെ ഏകദേശം അതേ ഫലം തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ആമവാദം പോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ്. ആമവാദം പോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇലക്കിഴി എടുക്കുന്നതിനേക്കാളും നല്ലത് അവർക്ക് മണൽക്കിഴി ഉപയോഗിക്കുന്നതായിരിക്കും. മണലുണ്ടല്ലോ, മണൽ ജസ്റ്റ് എടുത്തിട്ട് എണ്ണയും തൈലൊന്നും ഒഴിക്കരുത്, ഡ്രൈ ആയിട്ട് മാത്രം ഒരു ചീഞ്ചട്ടിയിൽ ജസ്റ്റ് മണലിട്ട്, നല്ല വൃത്തിയുള്ള മണലിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി, നേരിയ ചൂടത്ത് ഇതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പിലൊരു തുണി കട്ട് ചെയ്ത് അതിലേക്ക് ഈ മണലിട്ടിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടണം കേട്ടോ. ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം അത് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ വേദനയുള്ള ഭാഗത്തൊക്കെ കുത്താം. അപ്പോൾ ആമവാദം എന്ന് പറയുന്നത് ശരീരം മുഴുവൻ നീര്, ചെറിയൊരു പനി, എപ്പോഴും ഒരു പനിയുള്ള പോലെ എല്ലാ ജോയിൻറ്റിലും, ചെറിയ ജോയിൻറ്റുകളിലും എല്ലായിടത്തും പെയിൻ വരിക,
ഭയങ്കര ഒരു ചൂട് ഫീൽ ചെയ്യുക, അതുപോലെ നമുക്കും ഒരു പനിയുള്ള പോലെ തോന്നുക, രാവിലെ എണീക്കുമ്പോഴൊക്കെ പനി വരണം, അത് അങ്ങനെയൊക്കെ വരുന്ന ലക്ഷണങ്ങൾ ആമവാദത്തിൻ്റെയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇലക്കിഴിയുടെ ആവശ്യമില്ല. അവർക്ക് ഈ മണൽക്കിഴിയാണ് ഏറ്റവും നല്ലത്. അവർക്ക് തൈലോ എണ്ണയോ ഒന്നും തേക്കരുത്. അവർക്ക് ഡ്രൈ ആയിട്ടുള്ള ഈ ഒരു ഇലക്കിഴി മാത്രം ചെയ്താൽ മതി. അതാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. പക്ഷെ അതേ സമയത്ത് ഇതുപോലെ സന്ധിവേദന ഒക്കെ ഉള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സന്ധിവേദന ഉള്ളവർക്ക്, അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് എപ്പോഴും അവിടെ വേദന ഇവിടെ വേദനയൊക്കെ വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് അല്ലേ. അവരുടെ ബോഡിയിൽ ഈസ്ട്രജനൊക്കെ കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക്, ഈ പ്രഗ്നൻസിക്ക് ശേഷം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ശരീരം വേദനയ്ക്ക് ഒക്കെ ഈ ഇലക്കിഴി ഭയങ്കര ഗുണം ചെയ്യും. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക. വളരെ എളുപ്പത്തിൽ, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ കരിന്തച്ചിയുടെ ഇല കിട്ടിയില്ല, അല്ലെങ്കിൽ മുരിങ്ങ മറ്റേ എന്താ പറയുക, എല്ലാ ഇലയും ഞാൻ പറഞ്ഞ എരിക്കിൻ്റെ ഇല കിട്ടിയില്ല, ആവണക്കിൻ്റെ ഇല കിട്ടിയില്ല, ഉങ്ങിൻ്റെ ഇല കിട്ടിയില്ല, നോ പ്രോബ്ലം, ഒരു വിഷമിക്കേ വേണ്ട. കിട്ടിയ ഇല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഇല വെട്ടിക്കൂട്ടാനല്ല, ഞാൻ ഈ പറഞ്ഞ ഇലകൾ. മുരിങ്ങയുടെ ഇലയൊക്കെ വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആണ്. പിന്നെ പുളിയുടെ മരമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല, പഴുത്ത ഇലയല്ല കേട്ടോ, കുറച്ച് പച്ച ഇലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെടുത്തിട്ട് ഇതുപോലെ ഇതേ രീതിയിൽ കിഴികെട്ടിട്ട് നിങ്ങളൊന്ന് ഉപയോഗിക്കുക. അപ്പോൾ ഈ കല്ലുപ്പും ചെറുനാരങ്ങയും തേങ്ങയൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ ആ ഉള്ളിലുള്ള ആ നീരിനെ ശരിക്കും ഒന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ കുറച്ച് നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടാണ്, ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രം, ഇലകൾ മാത്രം ഇട്ടിട്ട്, അതായത് തേങ്ങയും ചെറുനാരങ്ങയും ഒന്നും ഇടാണ്ട് ഇലകൾ മാത്രം ഇട്ടിട്ടും നിങ്ങൾക്ക് കിഴികുത്താം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമാകുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിൽ ഇലക്കിഴിയൊക്കെ ചെയ്ത് പെയിനൊക്കെ കുറയുമ്പോൾ അതും നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. നന്ദി.